എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. നീതിമാനും ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി കാത്തിരുന്നവനും പരിശുദ്ധാത്മ നിറവുണ്ടായിരുന്നവനുമായ ശിമിയോന് പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടുണ്ടായി. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ല. വിശുദ്ധ ലൂക്കോസ് 2:26. അപ്രകാരം കാത്തിരുന്ന ശിമിയോൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശുവിനെ കൈകളിൽ ഏന്തിക്കൊണ്ട് വിളിച്ചു പറയുന്ന ശബ്ദം ശ്രദ്ധേയമാണ്. വിശുദ്ധ ലൂക്കോസ് 2:30-31 വാക്യങ്ങൾ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഈ വാക്യത്തിൽ നിന്ന് 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, സകല ജാതികൾക്കും വെളിപ്പെടുവാനുള്ള പ്രകാശം. വിശ്വസിക്കുന്ന ഏവരിലേക്കും വെളിപ്പെടുവാനുള്ള പ്രകാശമാണ് യേശു ക്രിസ്തു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നും 1:9 ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നും ഈ പ്രകാശം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തുവെന്നും 1:14 വായിക്കുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നുവെന്നും ആ വചനം ദൈവമായിരുന്നുവെന്നും പറഞ്ഞ യോഹന്നാൻ വിളിച്ചു പറയുന്ന സത്യമാണ് വചനം ജഡമായി തീർന്ന് കർത്താവ് ലോകത്തിന്റെ വെളിച്ചമായിരുന്നു എന്ന്. ഇത് യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും പ്രകാശിക്കുന്ന സത്യവെളിച്ചമായി താൻ സഞ്ചരിച്ച ഏത് മേഖലയിലും നിത്യപ്രകാശമായി നിലകൊണ്ടു. ഇരുളിന്റെ ഉൾത്തടങ്ങളിൽ വിങ്ങി നിന്ന അശരണർക്ക് ഈ സത്യവെളിച്ചം ആശയേകി. രോഗികളായവർക്ക് സൗഖ്യം നൽകി. പട്ടണം മുഴുവൻ പാപി എന്നും മുദ്ര കുത്തിയവരെയും പുറജാതി എന്ന് പറഞ്ഞ് തള്ളിയവരെയും ഈ പ്രകാശം തേടി വന്നു. ഒരു ശക്തിക്കും സാധ്യമാകാത്ത വിധം അജയ്യതയെ തെളിച്ച ഈ പ്രകാശം ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്കും ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിന്നെ വീണ്ടെടുക്കുവാൻ ജ്വലിച്ച ഈ പ്രകാശത്തെ നാം ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് ഈ പ്രകാശം അനുഭവിച്ച ശൗലിനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 9:15 അനന്യാസിനോട് കർത്താവ് പറഞ്ഞത്, അവൻ എന്റെ നാമം ജാതികൾക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ജാതികളുടെ പ്രകാശമായി യേശുവിനെ വഹിച്ച പൗലോസിലൂടെ അനേകായിരങ്ങൾ പ്രകാശം കണ്ടെത്തി. ഇന്ന് നമ്മെ പ്രകാശിപ്പിക്കാൻ ശക്തനായ യേശു നമ്മോട് കൂടെയുണ്ട്. രണ്ടാമതായി, ഇസ്രായേലിന്റെ മഹത്വമായ യേശു. ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ. ദൈവം അറിഞ്ഞ, ദൈവകൃപ പ്രാപിച്ച, ദൈവത്താൽ പരിപാലിക്കപ്പെട്ട് നടത്തപ്പെട്ട ഈ ജനം ദൈവത്തെ മറന്നുപേക്ഷിച്ചപ്പോൾ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകലർക്കും ദൈവം ഇസ്രായേൽ പൗരാവകാശം നൽകി. 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാകുന്നു എന്ന് വായിക്കുന്നു. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യെശയ്യാവ് 44:8 പറയുന്നത്, ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്നാണ്. എന്നാൽ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ മഹത്വത്തെ പുല്ല് തിന്നുന്ന കാളയോട് സദൃശമാക്കിയതിനാൽ ദൈവം പുതിയ ഇസ്രായേലിനെ ജാതികളുടെ ഇടയിൽ നിന്നും വീണ്ടെടുത്തു എന്ന് കാണാം. യേശു നമ്മുടെ മഹത്വമായിരിക്കുമ്പോൾ നാം ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട. ഭയത്തെ ദൂരീകരിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, ശക്തിയെ പകർന്നു തരുന്ന ദൈവമഹത്വത്തെ ധരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. മൂന്നാമതായി, ഒരുക്കിയിരിക്കുന്ന രക്ഷ. കാൽവറി ക്രൂശിൽ സകല മാനവജാതിയുടെയും പാപപരിഹാരത്തിനായി സ്വയം ബലിയായി തീർന്നതിലൂടെ ഈ രക്ഷ വെളിപ്പെട്ടു വന്നു. ക്രൂശിലെ മരണം സകല മാനവരാജ്യവും രക്ഷിപ്പാൻ യേശു ഏറ്റുവാങ്ങുകയായിരുന്നു. യേശു എന്റെ രക്ഷകനാണെന്ന് ഹൃദയപൂർവ്വം വിശ്വസിച്ച, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന സകലരെയും കർത്താവ് ഇന്നും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ പൈതലായിരുന്ന യേശുവിനെ കണ്ടപ്പോൾ തന്നെ ശിമയോന് മനസ്സിലായി, സകല മാനവകുലത്തിന്റെയും രക്ഷകനായി പിറന്ന ഇമ്മാനുവേലായവൻ ഇവനാണെന്ന്. ഈ രക്ഷയെ നമ്മുടെ ജീവിതത്തിലും അനുഭവവേദ്യമാക്കാം. ദൈവജനമായ ഇസ്രായേലിന്റെ മഹത്വമായവനെ ധരിച്ച് ദിവ്യപ്രകാശമായി യേശുവിനെ വെളിപ്പെടുത്തുവാനും അവന്റെ സാക്ഷികളാവാനും നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിനെ ചുരുക്കും.